ഇസ്രായേൽ സൈന്യത്തിനെതിരെ HRF യുദ്ധ കുറ്റ വിചാരണയ്ക്ക് ഒരുങ്ങുകയാണ്. HRF എന്ന് പറഞ്ഞാൽ ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ. ഗസയിൽ കൊല്ലപ്പെട്ട 6 വയസ്സുകാരുടെ പേരിൽ ബ്രസൽസിൽ രൂപീകൃതമായിരിക്കുന്ന സംഘടനയാണ് HRF. ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ എന്നാണ് അതിൻ്റെ പേര്. ലോകത്താകമാനമുള്ള യുദ്ധക്കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ വിവരശേഖരങ്ങൾ നടത്തിക്കൊണ്ട് അവരെ വിചാരണ ചെയ്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് HRFിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിലിപ്പോൾ ഗസയിലെ ഒരു പാർപ്പിട സമുച്ചയം തകർക്കാൻ വേണ്ടി IDFിൻ്റെ ഒരു സൈനികൻ ബോംബ് വെച്ചതുമായി ബന്ധപ്പെട്ട ലൈവ് വീഡിയോ പുറത്തു വന്നതോടുകൂടി ഈ കാര്യങ്ങൾ റിപ്പോർട്ടാക്കിക്കൊണ്ട് പരാതിയാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ HRF നിയമ നടപടിക്കൊരുങ്ങുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തെക്കുറിച്ച് തന്നെ ഇതിനു മുൻപ് വലിയ രീതിയിലുള്ള പ്രശംസ ലോകരാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പെറു ഭരണകൂടത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് HRF പ്രവർത്തിക്കുന്നത്. ഈ മേഖലയിൽ പെറു സർക്കാർ ഇതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകിയതോടുകൂടി, അല്ലെങ്കിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ സഹകരണം നൽകുമെന്ന് പറഞ്ഞതോടുകൂടി അത് വലിയൊരു കേസിലേക്ക് മാറാനുള്ള സാധ്യതകളാണ് പറയുന്നത്. ഗസ പോലുള്ള യുദ്ധപ്രദേശങ്ങളിലെ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും രേഖപ്പെടുത്തുക, കുറ്റകൃത്യങ്ങൾ പങ്കെടുക്കുന്നവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള പ്രവേശന അനുമതി നിരസിക്കുവാൻ വേണ്ടി നടപടിയെടുക്കുക, അത്തരം കുറ്റവാളികളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതും കഠിനമായിരിക്കുന്ന ശിക്ഷ നൽകുന്നതുമായിരിക്കുന്ന കാര്യത്തിലേക്ക് എത്തിക്കുക, ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന സർക്കാരുണ്ടെങ്കിൽ ആ സർക്കാരിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക. അങ്ങനെ യുദ്ധവും അതിൻ്റെ കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നേരിട്ട് കൊണ്ട് അന്വേഷണം നടത്തി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം എന്ന് ഇതിന് മുൻപ് തന്നെ ബ്രസൽസിൽ സ്ഥാപിതമായതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു മനുഷ്യാവകാശ സംഘടനയാണ്. ഇത്തരം ഇപ്പോൾ പറയുന്ന കാര്യം, ബ്രസൽസിൽ പ്രവർത്തിക്കുന്ന HRF എന്ന് പറയുന്ന മനുഷ്യാവകാശ സംഘടനയ്ക്ക് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഗസയുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 76ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ലഭിക്കുന്ന പരാതികളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തെളിവോടുകൂടി അതിൻ്റെ വീഡിയോ ഓഡിയോ അടക്കമാണ് ഹാജരാക്കുന്നത്. ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ഇന്ന പ്രവർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ സൈനികർ ചെയ്തിട്ടുണ്ട്. അവർ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ബോംബിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പള്ളി ആക്രമിച്ചത്, ടെൻറ്റുകൾ ആക്രമിച്ചത്, താമസ സ്ഥലങ്ങളും ആശുപത്രിയും ആക്രമിക്കുന്നത്, ക്രിസ്ത്യൻ ചർച്ചുകൾ ആക്രമിച്ചത്, അങ്ങനെ എല്ലാ ചരിത്രപരമായിരിക്കുന്ന പല നിർമ്മിതികളും തകർക്കപ്പെട്ടതും അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതുമായിരിക്കുന്ന സംഭവത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിലെ സൈനികർക്കാണ്. സൈനികർ അവർ തുറന്നു വിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ചില റിപ്പോർട്ടിൻ്റെ അകത്തൊക്കെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന പുലിയെ ആൾക്കൂട്ടത്തിനിടയിൽ തുറന്നു വിട്ടാൽ ഉണ്ടാവുന്ന അവസ്ഥ എങ്ങനെയാണോ സമാനമായിരിക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ IDF സംഘം ഗസയിൽ കാട്ടിക്കൂട്ടുന്നത്. തിരിച്ച് പ്രതികരിക്കാനാവാത്ത വിധം വെടികൊണ്ട് വീണ് മരിക്കുന്നവരുടെ എണ്ണം ഓരോരോ ദിവസം കൂടിക്കൂടി വരുന്നു. നിയന്ത്രിക്കേണ്ട അമേരിക്ക അതിന് പൂർണ്ണ രീതിയിലുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നു. ശക്തരാണ് എന്ന് അവകാശപ്പെടുന്ന പല രാജ്യങ്ങളും ഇപ്പം മൗനത്തിലാണ്. അവർ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏറെക്കുറെ കുറ്റവാളികൾക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്നോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് പല ഘട്ടങ്ങളിലും അവരുടെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങളൊക്കെ പുറത്തു വരാറുള്ളത്. ഇങ്ങനെ പോകുന്ന അതിൻ്റെ വിശദീകരണ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു. അതായത് ഇവർ പറയുന്നത് ഇങ്ങനെയാണ്: HRF ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു ലോകത്തെ ഏതെല്ലാം രാജ്യങ്ങളാണ് ഫലസ്തീനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുകയെങ്കിലും ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോഴും UN സഭയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു സമാപ്തി ഉണ്ടാവണമെന്നും ഫലസ്തീൻ്റെ അകത്തേക്ക് ഭക്ഷ്യധാന്യങ്ങളൊക്കെ എത്തിക്കാനുള്ള നടപടി എടുക്കണമെന്നും പറഞ്ഞ ഒരു വോട്ടിംഗ് ചെയ്താൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിനോദമായി ആസ്വദിക്കുന്ന രീതിയിലേക്ക് മനുഷ്യന്മാർ മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഗസ ഭൂമികയിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ എന്ന് നമ്മൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പോൾ അവർ പറയുന്നു ഓരോരോ പ്രദേശത്തേക്കും ഇവിടെ 2-3 വിശദീകരണ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സൈനികർ വരുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
സൈനിക യൂണിഫോം ഉണ്ടാവും, അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടാവും. അതിൻ്റെ സംവിധാനത്തോടു കൂടി ടാങ്കറുകളിലോ മറ്റേതെങ്കിലും വാഹനങ്ങളിലോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാധാരണഗതിയിൽ സൈനികർ ഉപയോഗിക്കുന്ന വാഹനത്തിലൊക്കെയാണ് സാധാരണ എത്താറുള്ളത്. ഗസയിൽ നേരെ വ്യത്യസ്തമാണ്. പല ആളുകളും ഈ ജൂത വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ IDF സംഘത്തിൽപ്പെട്ട പല ആളുകളും പാലസ്തീനുകളുടെ വേഷത്തിൽ മഫ്റ്റിയിൽ ഇവർക്കൊപ്പം മുന്നണിയിലായിട്ട് യുദ്ധഭൂമിയിലായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള വിഷയം എന്ന് പറയുന്നത് ആരാണ് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഓരോരോ മേഖലയുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് അത്തരം ഒരു പ്രവർത്തനങ്ങൾ ഈ അടുത്ത കാലത്തായി ഗസയുടെ പ്രദേശങ്ങളിൽ വളരെ സജീവമായിരിക്കുന്നു. ആ കാര്യത്തിൽ ഇസ്രായേൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റ് സന്ദർശനം നടത്തി മടങ്ങിയതോടുകൂടി വലിയ രീതിയിലുള്ള ആക്രമണം ഈ മേഖലയിൽ ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അവർ യൂണിഫോമിൽ മാത്രമല്ല മഫ്റ്റിയിലൂടെയുള്ള ആക്രമണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. മുൻപൊക്കെ ബൈഡൻ പ്രസിഡൻ്റായിരുന്ന സമയത്തെക്കുറിച്ചൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കാലത്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൃത്യമായ രീതിയിലായിരുന്നു പ്രവൃത്തി ചെയ്യാറുള്ളത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് എന്താണ് പറയുന്നത്, എന്താണ് പറയാത്തത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് തന്നെ അറിയില്ല. 100% പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിനെ ട്രംപ് പിന്തുണയ്ക്കുകയും അവർക്ക് വേണ്ടിയിരിക്കുന്ന ആയുധങ്ങളൊക്കെ നൽകുകയും പക്ഷത്ത് സമാധാനത്തിലുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഏതാണ് ആത്മാർത്ഥതയോടുകൂടി നടത്തുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ, അതായത് വല്ലാത്ത രീതിയിലുള്ള വൈകാരികമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഗസ എന്ന് പറയുന്ന പ്രദേശം എത്തിച്ചതിൽ ഇസ്രായേലിന് വലിയ പങ്കുണ്ട്. അവരാണ് ആ പ്രവൃത്തികൾ ചെയ്ത് ശത്രുവിനെ കണ്ടെത്താനോ അവരെ പിടികൂടാനോ അവരെ ശിക്ഷിക്കാനോ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ബന്ധുമോചനവുമായി ബന്ധപ്പെട്ട കരാറിനെ കുറിച്ചാണ് ഇപ്പോഴും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 1.5 വർഷത്തിലധികമായി ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അവരുടെ ഉള്ളം കയ്യിലാണ്. അതിർത്തിയുമായി പങ്കിടുന്ന മറ്റൊരു രാജ്യവുമല്ല ഇസ്രായേൽ അല്ലാതെ. പിന്നെ മെഡിറ്ററേനിയൻ കടലാണ്. ഈ മെഡിറ്ററേനിയൻ കടലും ഇസ്രായേലാണ് നിയന്ത്രിക്കുന്നത്. അവിടെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ഫലസ്തീനികളുടെ ബോട്ടിന് എത്രത്തോളം കിലോമീറ്ററാണ് പോകാൻ പറ്റുക എന്നുള്ളതിൻ്റെ അതിർത്തി പോലും ഇസ്രായേൽ നിശ്ചയിച്ചിരിക്കുന്നു. ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കപ്പലില്ല, അതുകൊണ്ട് കപ്പൽ സർവീസുകളുമില്ല. വിമാനമില്ല, വിമാന സർവീസുമില്ല. യുദ്ധ ടാങ്കുകളോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സൈനികോപകരണങ്ങളോ അതുമില്ല. അപ്പോൾ മറ്റൊരു രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒന്നുകിൽ ജോർദാനിൽ പോയിട്ട് അവിടുന്ന് വിമാനത്തിൽ കയറി പോകണം, അതല്ലെങ്കിൽ ഈജിപ്തിൽ പോയിട്ട് അവിടുന്ന് വിമാനം കയറി പോകണം, അല്ലെങ്കിൽ ലെബനാനിൽ പോകണം. അതിർത്തിയുമായിട്ട് പങ്കിടുന്ന ഏതെങ്കിലും രാജ്യത്തിലേക്ക് അവർ കൂടുതൽ പോകാറുള്ളത് ഈജിപ്ത് മുഖാന്തരമാണ്. ഈജിപ്ത് ആണ് അവർക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി. അതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ജോർദാനിലേക്ക് എത്തണമെങ്കിൽ കറങ്ങി തിരിഞ്ഞൊക്കെ വരാൻ ഒരുപാട് ദൂരം എടുക്കും. ഈജിപ്ത് വളരെ എളുപ്പമുള്ള ഭാഗമായതുകൊണ്ട് അതിലൂടെ പോകുന്നു. അപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ആയുധപരമായോ സൈനികപരമായോ ബലമോ ശക്തിയോ ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ട് ആനന്ദം ചവിട്ടുമ്പോൾ അതിന് മൗനം പാലിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയില്ല എന്ന് HRF പറയുന്നു. അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന പരാതിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിരിക്കുന്ന വിവരശേഖരണം നടത്തിയിട്ട് തീർച്ചയായിട്ടും യുദ്ധ കുറ്റവാളികളാക്കി അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തും എന്നാണ് ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ്റെ പ്രതിനിധികൾ ഈ ഇപ്പോഴത്തെ IDF സംഘത്തിന് നേരെ നടപടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഈ വിശദീകരിക്കുന്നതിനിടയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയും കൂടുതൽ പരാതികൾക്ക് ലഭ്യമാവുകയാണെങ്കിൽ അത് ഇവിടുന്ന് മാത്രമല്ല, യുദ്ധക്കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നീതി നിഷേധങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ചും തീർച്ചയായിട്ടും തങ്ങൾ അതിന് നടപടിയെടുക്കുക തന്നെ ചെയ്യും. അത് റഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട നീതി നിഷേധം അവിടെ ഉണ്ടെങ്കിൽ, പരാതി എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയും നടപടിയെടുക്കുന്നു. 2-ലധികം പരാതികൾ അവിടുന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. മുമ്പ് സുഡാനിൽ നിന്ന് പരാതി ഇട്ടില്ല. സുഡാനിനെ സംബന്ധിച്ചുള്ള ആഭ്യന്തര വിഷയം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ സർക്കാരിൻ്റെ സൈന്യവും സ്വകാര്യ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. 40,000-ലധികം ആളുകളാണ് രാജ്യം വിട്ടു പോകേണ്ടി വന്നത്. നിത്യേന മരണം എന്ന് പറയുന്ന രീതിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സാമ്പത്തിക ദാരിദ്ര്യ രാജ്യത്തിൻ്റെ ലിസ്റ്റിലാണ് എല്ലാ കാലത്തും സുഡാൻ ഉണ്ടായത്. അതോടുകൂടി ആഭ്യന്തര പ്രശ്നം കൂടി ഉണ്ടായ സമയത്ത് ഒന്നുകൂടി ദാരിദ്ര്യമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇപ്പോൾ HRF പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, യുദ്ധത്തിലെ മനുഷ്യത്വം മരവിച്ചിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരായി ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്നും തീർച്ചയായിട്ടും അവർ കഠിനമായിരിക്കുന്ന ശിക്ഷയ്ക്ക് വിധേയമാണ്. കാലം അവർക്ക് ശിക്ഷ നൽകുക തന്നെ ചെയ്യും, കൂടെ ഞങ്ങളുമുണ്ടാവും എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്.